ഇടുക്കി നെടുങ്കണ്ടത്ത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റലിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ 2008-ൽ 95 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഹോസ്റ്റലിലേക്ക് ഇത്തവണ അനുവദിച്ചത് ഒരു കായിക താരത്തെ മാത്രമാണ്. പുതിയ ഹോസ്റ്റലിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രതീക്ഷയോടെ ആരംഭിച്ച നെടുങ്കണ്ടം സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അന്തർദേശീയ ദേശീയ താരങ്ങൾക്ക് ജന്മം നൽകിയെങ്കിലും ആ പ്രൗഢിയുന്ന ഈ സ്പോർട്സ് ഹോസ്റ്റലിൽ ഇല്ല. ജൂഡോ, അത്ലറ്റിക്സ്, ആർച്ചറി എന്നീ ഇനങ്ങളിലായിരുന്നു ഇവിടെ പരിശീലനം നൽകിയിരുന്നത്. സ്റ്റേഡിയം ഇല്ലാത്ത അവസ്ഥ കാണിച്ച അത്ലറ്റിക്സ് വിഭാഗത്തിന്റെ പ്രവർത്തനം ആദ്യം നിർത്തി. പിന്നീട് ജൂഡോയും ആർച്ചറിയും മാത്രമാണ് ഇവിടെ പരിശീലിപ്പിച്ചിരുന്നത്. 60-ലധികം കുട്ടികളുമുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ആർച്ചറിയിലൂടെ പരിശീലനവും അവസാനിപ്പിച്ചു. കുട്ടികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി. നിലവിൽ 11 കുട്ടികൾ മാത്രമാണ് സ്പോർട്സ് ഹോസ്റ്റലിൽ ഉള്ളത്. ഇത്തവണ ഹോസ്റ്റലിലേക്ക് അനുവദിച്ചു വന്നത് ജൂഡോയിൽ ഒരു കുട്ടി മാത്രം. 2 വർഷം മുൻപ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മിച്ചെങ്കിലും ഹോസ്റ്റലിലേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിച്ചിട്ടില്ല. ഈ വർഷം വിഭാഗം പുനരാരംഭിക്കുമെന്ന വാഗ്ദാനവും ഇതോടെ പാഴായി. പഞ്ചായത്ത് വാടകയ്ക്കെടുത്ത് നൽകിയ കെട്ടിടത്തിൽ അപര്യാപ്തതകൾക്ക് നടുവിലാണ് നിലവിൽ സ്പോർട്സ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥകളെല്ലാം നോക്കുമ്പോഴത്തേക്കും കായിക മേഖല അല്ലെങ്കിൽ ഹോസ്റ്റൽ ഒരു അടച്ചുപൂട്ടൽ ഭീഷണി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ദേശീയ നിലവാരങ്ങളെ സംബന്ധിച്ച് കേരളം ഒരുപാട് പുറകിലേക്ക് പോകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നതിന് ശേഷം കുട്ടികൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നമുക്ക് കായിക മേഖലയെ തിരിച്ചൊരു ആശങ്കയോട് തന്നെയാണ് നെടുങ്കണ്ടം അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ കായിക അധ്യാപനം നിലയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും മുൻ വർഷങ്ങളെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാകുന്ന കായിക താരങ്ങൾക്ക് ഉദയം ചെയ്യുവാൻ പുതിയ സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായുള്ള സ്ഥലവും സ്പോർട്സ് കൗൺസിലിന് കൈമാറി. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഹോസ്റ്റൽ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളും ഇവിടെ ഉപേക്ഷിച്ചു പോയേക്കും. വിഷയത്തിൽ സ്പോർട്സ് കൗൺസിലും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.